ഇപ്പോൾ ബാംഗ്ലൂരിൽ ആദ്യമായിട്ടാണ് നമ്മൾ മെട്രോയിൽ കയറാൻ പോകുന്നത്. നമ്മൾ കൊച്ചി മെട്രോയിൽ കയറിയിട്ടുണ്ട്. ബാംഗ്ലൂർ മെട്രോൻ്റെ കഥ എന്താണെന്ന് അറിയില്ല. ഇത് ബൈപ്പൻഹള്ളി എന്ന് പറയുന്ന മെട്രോ ആണ്. ഈ മെട്രോയിലാണ് ഇപ്പോൾ നമ്മൾ കയറാൻ പോകുന്നത്. അപ്പോൾ ബൈപ്പൻഹള്ളിയിൽ ഇറങ്ങിയിട്ട് എനിക്ക് ആക്ച്വലി പോകേണ്ടത് ബന്നാർഘട്ട എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് ട്രെയിന് ഉണ്ട് എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. സോ നമുക്ക് പോയി നോക്കാം. സംഭവ എസ്കലേറ്ററൊക്കെ ഉണ്ട് കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഇതിൻ്റെ ഉള്ളിൽ മാസ്ക് നിർബന്ധമാണ്. അപ്പോൾ എന്താ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസ്ക് ഇല്ലയെന്നുണ്ടെങ്കിൽ ഇതിൽ സീനാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതൊരു കച്ചവടമാക്കിയിട്ട് ഇതിൻ്റെ പുറത്ത് മാസ്ക് വിൽക്കാൻ വേണ്ടിയിട്ട് ഇഷ്ടം പോലെ ആളുകളുണ്ട് കേട്ടോ. നമ്മൾ 2 രൂപേൻ്റെ മാസ്കൊക്കെ 10 രൂപയ്ക്കാണ് വിൽക്കണേ, അർജൻസി. ഈ ഒരു വാക്ക് കുഴപ്പമില്ല കേട്ടോ, അതൊക്കെ നൈസായിട്ടുണ്ട്. ഇത് മെട്രോ തന്നെ അല്ലേ ആയിരിക്കണം, അറിയില്ല കേട്ടോ എന്താ സംഭവം ഒന്ന്. ട്രെയിന് മാറിയൊന്നും വന്നില്ലല്ലോ. Hi sir, I need to get to the Silk Institute. 60. One ticket only. 60. So I need to change the train. I need to get down to the Majestic and change the train. Okay. I have 5. Take 25. I can use both driving, sir. I can use this both driving. Vidhana soda. ഇവിടെ നമ്മൾ മാറിപ്പോയി. ഇവിടെ വെക്കാണ്ട് മെട്രോ ആയതുകൊണ്ട് കുഴപ്പമില്ല, നീറ്റും ക്ലീനൊക്കെയാണ് സംഭവം. വലിയ പ്രശ്നമൊന്നുമില്ല. ഇവിടെ അങ്ങനെ സോഷ്യൽ ഡിസ്റ്റൻസിങ് കാരണമാണ്, അല്ലെങ്കിൽ കയറാനുള്ള സെറ്റപ്പാണോ തോന്നുന്നു. അങ്ങനെ ഗ്യാപ്പ് വിട്ട് സ്ഥലം വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇതാണ് ട്രെയിൻ സ്റ്റേഷൻ. മെട്രോ ട്രെയിൻ സ്റ്റേഷൻ എന്ന് പറയുന്നത് ഇതാണ്. ഇവരുടെ ട്രെയിൻ ടിക്കറ്റ് എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ, ഒരു കോയിൻ പോലത്തെ ഒരു സാധനം കാണുന്നുണ്ടോ നമുക്ക്? ടിക്കറ്റ് പോലത്തെ ഒരു സാധനം. അതിൽ ഈ കർണാടകൻ്റെ മറ്റേ എംബ്ലോ എന്തോ സംഭവമൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് ഇവരുടെ ട്രെയിൻ ടിക്കറ്റ് എന്ന് പറയുന്ന സാധനം. നമ്മുടെ മെട്രോ ട്രെയിൻ വരുന്നുണ്ട്. തിരക്കൊന്നും ഇല്ലാട്ടോ, അതുകൊണ്ട് സമാധാനമുണ്ട്. നോർമലി ബാംഗ്ലൂർ മെട്രോ ട്രെയിനൊക്കെ ഒടുക്കത്തെ തിരക്കെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അയ്യോ തിരക്കുണ്ടായിരുന്നു. അപ്പോൾ ഇതെന്താണെന്നറിയോ, കറക്റ്റ് വാതിൽ തുറക്കാനുള്ള സ്ഥലമാണ്. അല്ല, കുറച്ച് വിട്ട് മാറിപ്പോയി. സീറ്റ് കിട്ടി. നമ്മുടെ കൊച്ചി മെട്രോ പോലെ തന്നെയാണ്, വലിയ സീനൊന്നുമില്ല. ഇവിടെ മറ്റേ ഈ ഡെസ്റ്റിനേഷൻസ് എവിടേക്ക് എത്തുന്നത് എന്നുള്ളതിൻ്റെ സെറ്റപ്പ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇവിടെ ഡിസ്പ്ലേ സംഭവങ്ങളുണ്ട്. വലിയ ക്രൗഡഡൊന്നുമല്ല മെട്രോ, വലിയ പ്രശ്നവും കാര്യങ്ങളൊന്നുമില്ല. ഞാൻ പോകുന്നത് ബിൽവർദ്ധഹള്ളി എന്ന് പറയുന്ന ഒരു ഫാമിലിക്കാണ്. അപ്പോൾ ഇവിടെ നിന്ന് അത് സിൽക്ക് കോളേജാണ്, സിൽക്ക് സ്ട്രീറ്റ്, അങ്ങനെ എന്തോ ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത്. അപ്പോൾ അവിടേക്ക് പോകുമ്പോൾ എടുത്ത ടിക്കറ്റാണിത്. ഇവരുടെ ടിക്കറ്റ് എന്ന് പറയുന്ന ഒരു കോയിനാണ്. നമ്മുടെ അവിടെ ഒരു പേപ്പറല്ലേ, ഇതിങ്ങനെ ഒരു കോയിനാണ്. ഇവരത് സ്കാൻ ചെയ്ത് അങ്ങനെ എന്തോ തരികയാണ് ഈ സാധനം. അപ്പോൾ എന്തോ ചെറിയ ഇലക്ട്രോണിക് ഡിവൈസാണ്. ഇത് സ്കാൻ ചെയ്താലാണ് മറ്റേ എൻട്രി ഗേറ്റ് ഒക്കെ ഓപ്പൺ ആവുന്നത്. വലിയ ക്രൗഡഡൊന്നുമല്ല, വലിയ സീനൊന്നുമില്ല, ക്ലീൻ ആൻഡ് ടൈഡി ആണ്, കുഴപ്പമൊന്നുമില്ല. ഇനി ഇവിടെ നിന്ന് എനിക്ക് മജസ്റ്റിക് എന്ന് പറയുന്ന സ്ഥലത്ത് ഇറങ്ങിയിട്ട് പിന്നെ വേറെ ട്രെയിനിൽ വേണം മാറിക്കയറാൻ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു സെറ്റപ്പ്. അപ്പോൾ കൊച്ചി മെട്രോ എന്തായാലും കുഴപ്പമില്ല. കൊച്ചി അല്ല, ബാംഗ്ലൂർ മെട്രോ എന്തായാലും കുഴപ്പമില്ല. നമ്മുടെ കൊച്ചി മെട്രോ പോലെ തന്നെ വലിയ പ്രശ്നം കാര്യങ്ങളൊന്നുമില്ല. ആകെ ഡിഫറൻസ് എന്ന് പറയുന്നത് ഈ ഒരു ടിക്കറ്റിൻ്റെ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളതൊക്കെ സെയിം തന്നെയാണ്.
എല്ലാം നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. അത്ര ക്രൗഡഡ് ഒന്നും അല്ല, വലിയ ചിലവൊന്നുമില്ല. 60 രൂപയാണ് ഇപ്പോൾ എനിക്ക് ടിക്കറ്റ് പേ ചെയ്യേണ്ടി വന്നത്. അത് അറൗണ്ട് 30 കിലോമീറ്റർ, അതിന് 60 റുപ്യ വലിയ സീനില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ അതാണ് കൊച്ചി മെട്രോൻ്റെ. ഇനിയിപ്പോൾ നമുക്ക് അവിടെ ഇറങ്ങിയിട്ട് ബാക്കിയുള്ളത് കാണാം. ഞാൻ പോകുന്നത് ബിൽവർദഹള്ളി എന്ന് പറയുന്ന ഒരു ഫാമിലിക്കാണ്. നമ്മുടെ കൊച്ചി ട്രെയിൻ പോലെയല്ല, കുറേ നേരം ട്രെയിൻ നിർത്തിയിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഞാൻ എന്നിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 3-4 മിനിറ്റായി. 4 മിനിറ്റോളം ട്രെയിൻ നിർത്തിയിട്ടുണ്ട്. നമ്മുടെ കൊച്ചി പോലെയല്ല, കൊച്ചി നിർത്തണോ കയറണോ പോകണോ ഇതല്ല പരിപാടി. ഇവിടെ കുറച്ച് നേരം നിർത്തിയിടുന്നുണ്ട്. അപ്പോൾ അതൊരു ഇതാണ്. അപ്പോൾ ആളുകൾ കയറാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം ട്രെയിൻ നിർത്തിയിടുന്നുണ്ട് ഇവിടെ. ഈ ഒരു തിരുത്തലുണ്ട്. നമ്മൾ മജസ്റ്റിക് ഇറങ്ങിയപ്പോഴേക്കും അത്യാവശ്യം ക്രൗഡഡായി. ഇനി നമുക്ക് പോകേണ്ടത് സിൽക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട്, ഇവിടെ കണ്ടില്ല സിൽക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട്, അവിടേക്കാണ് പോകേണ്ടത്. അവിടേക്കുള്ള ട്രെയിൻ അവിടെയാണ് ഉണ്ടാവുക. അപ്പോൾ ഇഫ് യു ആർ ആസ്കിങ് മീ, ട്രാൻസ്പോർട്ടേഷൻ ബാംഗ്ലൂരിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ബെസ്റ്റ് വൺ എന്ന് പറയുന്നത് മെട്രോ ആണ്. ക്രൗഡഡ് ആണെങ്കിൽ കൂടെ വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല, പീസ്ഫുള്ളായിട്ട് വരാം, ട്രാഫിക്കില്ല. ട്രെയിനും ബസ്സും ആണെന്നുണ്ടെങ്കിൽ കുറച്ച് കൺജസ്റ്റഡ് ആണ്. പക്ഷേ ഇതെന്ന് പറയുന്നത് കുറച്ചുകൂടെ എളുപ്പമാണ്. നമുക്ക് പെട്ടെന്ന് സ്ഥലത്തേക്ക് എത്തും. ഒരുപാട് സ്ട്രെസ് ഫ്രീ അല്ലെങ്കിൽ ടെൻഷനോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ മസ്റ്റായിട്ട് ബാംഗ്ലൂർ ട്രാവൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ യു ക്യാൻ യൂസ് മെട്രോ. ഓക്കെ.